തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അയൽവാസികൾ അറിയാതെ മൃതദേഹം മറവു ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം. ആറാലമ്മൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണത്തിലാണ് നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നത്. അച്ഛൻ സമാധിയായതാണെന്നും അത് പരസ്യമാക്കാൻ പാടില്ല എന്നുമാണ് മകൻ പറയുന്നത്. സ്ത്രീകൾ പോലും വരാൻ പാടില്ല. സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല. അപ്പോൾ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വേണം ഓരോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നെ അച്ഛൻ. ആ സമാധി എന്ന് പറയുന്നത് അത് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആരെയും അറിയിക്കാത്തത്, ഇവിടെയുള്ള ആരെയും അറിയിക്കാത്തത് കൊണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എല്ലാം കൂടെ കിട്ടിയപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, അവസരം മുതലാക്കിയാണ് നമ്മളെ ഈ നാട്ടുകാരിപ്പോൾ വെച്ചത്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഇത് ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇതൊക്കെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതമുണ്ടാക്കുന്നത്. ഈ അയൽവാസികളെ അറിയിച്ചില്ല, അതുകൂടാതെ കുടുംബാംഗങ്ങളോ മറ്റു ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ലേ? സ്മിത, തീർച്ചയായും ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയോടുകൂടിയാണ് നെയ്യാറ്റിൻകര ആറാലമ്മൂട് സ്വദേശിയായ ഗോപൻ സ്വാമി മരിക്കുന്നത്. ഈ ആറാലമ്മൂട് വീടിനോട് ചേർന്നൊരു ക്ഷേത്രം നിർമ്മിച്ച് ഇവിടെ പൂജയും മറ്റു കാര്യങ്ങളുമായി കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഈ ഗോപൻ. എല്ലാവരും നാട്ടുകാരുൾപ്പെടെ ഗോപൻ സ്വാമി എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. ഇദ്ദേഹം ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ മക്കളോട് പറഞ്ഞിരുന്നു, അതായത് താൻ മരിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ തൻ്റെ കർമ്മങ്ങൾ സംസ്കാരം നടത്തണമെന്ന് പറഞ്ഞു എന്നതാണ് മക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഈ ഗോപൻ സ്വാമി മരിച്ചതിന് ശേഷം നാട്ടുകാരോ അടുത്ത ബന്ധുക്കളോ പോലും ഇത് അറിഞ്ഞിരുന്നില്ല. ഈ മരണം നടന്ന ശേഷം ഈ മൃതദേഹം മറവ് ചെയ്തതിന് പിന്നാലെ ഈ മക്കൾ ഈ സമീപത്തെ പ്രദേശങ്ങളിൽ ഈ ഗോപൻ സ്വാമി മരിച്ചു എന്ന തരത്തിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു. ഈ പോസ്റ്ററുകൾ കണ്ട നാട്ടുകാരാണ് ഈ മരണവിവരം അറിയുന്നത്. ഇതറിഞ്ഞ് നാട്ടുകാർ ഈ വീട്ടിലെത്തുമ്പോഴേക്കും ഈ മൃതദേഹം ഒരു സമാധിയായി സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഈ വീടിനോട് ചേർന്ന് ഇതിനായി ഒരു പ്രത്യേക ഒരു സ്ഥലം നേരത്തെ തന്നെ നിശ്ചയിക്കുകയും ആ സ്ഥലത്ത് ഈ മൃതദേഹം മറവ് ചെയ്യുകയുമാണ് ഉണ്ടായത്. കോൺക്രീറ്റ് ഒരു കെട്ടിടം പോലെ സ്ഥാപിച്ച് അതിനുള്ളിലാണ് ഈ മൃതദേഹം മറവ് ചെയ്യുകയും പിന്നീട് ആ കോൺക്രീറ്റ് മുഴുവൻ അടയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ സ്ഥലത്ത് പോലീസ് ഉൾപ്പെടെ എത്തി ഈ ബന്ധുക്കളോടും മക്കളോടും വിവരങ്ങൾ ആരായുമ്പോഴാണ് അച്ഛൻ നേരത്തെ ഇക്കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നു, താൻ മരിച്ചു കഴിഞ്ഞാൽ അത് സമാധിയായി മൃതദേഹം മറവ് ചെയ്യണം, ഇത് അതുകൊണ്ടാണ് തങ്ങൾ ആരോടും പറയാതിരുന്നത് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് മക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ മരണശേഷം നിരവധി പൂജാ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ഇത് നീണ്ടുപോകാനുള്ള കാരണവും മറ്റു ആൾക്കാരെ അറിയിക്കാത്തതിൻ്റെ കാരണം അതാണ് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് നിലവിൽ ഈ മക്കൾ നൽകിയിരിക്കുന്നത്. ഈ നാട്ടുകാരടക്കം ഈ ഒരു ദുരൂഹത ആരോപിച്ചതിന് പിന്നാലെ തന്നെ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ റിപ്പോർട്ട് പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഒരു നടപടി അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് നടപടിയാണ് ഉണ്ടാവുക, അതിനനുസരിച്ചായിരിക്കും പോലീസിൻ്റെ ഭാഗത്ത് നിന്നും തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ആവശ്യമെങ്കിൽ ഈ മറവ് ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനും പോലീസ് തയ്യാറാണ്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. അധികം വൈകാതെ തന്നെ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നതാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലത്തും ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് വളരെ നമുക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. സ്മിത. യെസ്, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏത് രീതിയിലുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും.